ഹായ് എവ്രിവൺ. ജൂനിയർ അനലിസ്റ്റ് KMML-ന്റെ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളൊരു 2 സെഷനിലായി 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 40-ൽ 39 ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നത് എന്നുള്ളത് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ആൻസർ കീ വന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയുണ്ടായി. യെസ്, നമുക്ക് ബാക്കിയുള്ള 60 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. കാരണം നമുക്ക് കേരാഫെഡിൻ്റെ ഒക്കെ എക്സാംസ് ഉണ്ടല്ലേ, കേരാഫെഡിനൊക്കെ ഇതേ സിലബസ് തന്നെയായിരിക്കും മിക്കവാറും PSC ഫോളോ ചെയ്യുന്നുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസും ഈ ഏരിയ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ആൻസർ കീ ഡിസ്കഷനിലേക്ക് വരികയാണെങ്കിൽ PSC പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആൻസർ കീയിൽ 10ഓളം ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വലിയൊരു പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണ്, നമുക്ക് ചലഞ്ച് ചെയ്തിട്ട് ഈ ആൻസേഴ്സ് മാറ്റം വരുത്താം. പക്ഷേ പ്രശ്നം എവിടെയാണെന്നോ, നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നൊക്കെ കുട്ടികൾ പഠിച്ചു പോയിട്ടുള്ള ടോപ്പിക്സ്, തെർമോഡൈനാമിക്സ്, അതേപോലെ കൈനറ്റിക്സ്, ഇവിടെ നിന്നൊക്കെ ഒരുപാട് സമയം യൂട്ടിലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇക്വേഷൻ എഴുതണം, ക്വസ്റ്റ്യൻസ് വായിച്ച്, വലിയ ക്വസ്റ്റ്യൻസ് വായിച്ച് ഇക്വേഷൻ എഴുതി നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ, ആ ആൻസറിന് തക്കതായിട്ടുള്ള ഓപ്ഷൻസ് ക്വസ്റ്റ്യനിൽ ഇല്ല എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. കാരണം അത്രയും സമയമാണ് ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഓരോ പ്രോബ്ലത്തിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇക്വേഷൻ എഴുതി അതിൻ്റെ പ്രോബ്ലംസ് വാല്യൂസ് പുട്ട് ചെയ്ത് നമ്മളൊരു ആൻസർ കണ്ടുപിടിക്കുന്നു. ആ ആൻസർ കറക്റ്റാണ്. തെർമോഡൈനാമിക്സിൽ 13.3 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നു. പക്ഷേ അതിന് തക്കതായിട്ടുള്ള ഓപ്ഷൻസ് ആൻസർ കീയിലില്ല. സ്വാഭാവികമായിട്ട് നമ്മളെന്താ വിചാരിക്കുക, നമ്മളെന്തോ തെറ്റ് വരുത്തിയിട്ടുണ്ട്, ഇക്വേഷൻസ് നമുക്കറിയാം, എന്തോ ഒരു കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അതേ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. തെർമോഡൈനാമിക്സിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബോണ്ട് എൻതാൽപ്പിയുടെ ക്വസ്റ്റ്യൻ. അതും എന്താണ്, തെറ്റാണ്, ഓപ്ഷൻ ഇല്ല. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്, ഒരു സെനാരിയോ ആണ് ഇവിടെയുള്ളത്. കാരണം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ എത്രയാണ്, 1 മിനിറ്റ് പോലും ഇല്ല നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ. എന്നിട്ടും ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ വീണ്ടും ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു, വീണ്ടും കിട്ടുന്നില്ല. 3ഉം 4ഉം പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന സമയം, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു മാർക്ക്, അത് കുറച്ച് കുട്ടികളെങ്കിലും ബാധിച്ചിട്ടുണ്ട് എന്ന് പേഴ്സണലി എനിക്കറിയാം. കാരണം ഇവരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാർ ഇതെന്താണ് കിട്ടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട്. സോ അങ്ങനെ ഒരു കാര്യം, ഇത് ഒരു ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യനും ഫിസിക്കലിൽ നിന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ് വലിയൊരു വിഷമമുള്ള കാര്യം. കാരണം തെർമോഡൈനാമിക്സിൽ നിന്നും കൈനറ്റിക്സിൽ നിന്നുള്ളൊക്കെ ചോദ്യങ്ങളാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇതും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, തെർമോഡൈനാമിക്സ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ തെർമോഡൈനാമിക്സിൻ്റെ ഫുൾ ലെക്ചേഴ്സ് ഞാൻ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, കുട്ടികൾക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ് ലെക്ചേഴ്സ് ഞാൻ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കുക, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷനാണ്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൽ 6 മാർക്കിന് തെർമോഡൈനാമിക്സിൽ ചോദിച്ചിരുന്നു. നിങ്ങൾ സെഷൻ കാണുകയാണെങ്കിൽ ഈ 6 ക്വസ്റ്റ്യനും ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു എക്സാമിൻ്റെയും ജൂനിയർ അനലിസ്റ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടി തരാം. ഇനി ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് നോക്കാം. എത്തിലീനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഏത് പ്രൊഡക്റ്റ് ആണ് ഫോം ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ, നിങ്ങൾ ഓപ്ഷനിൽ നോക്കിയേ, ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ, ഇവിടെ ടാക്ടിസിറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓപ്ഷൻ ഡി എന്തായാലും ഉണ്ടാവത്തില്ല അല്ലേ. ഇവിടെ ടാക്ടിസിറ്റി എന്താണ്, ആക്ച്വലി ടാക്ടിസിറ്റി എന്ന് പറയുന്നത് നോക്കൂ, ഐസോ ടാക്ടിക്, സിൻഡിയോ ടാക്ടിക്, അറ്റാക്ടിക് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇത് റെഫർ ചെയ്യുന്നത് സ്റ്റീരിയോ കെമിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസിനെയാണ്. ഇവിടെ നോക്കിയേ, അലോങ് ദി പോളിമർ ചെയിൻ, നമ്മുടെ പോളിമർ ചെയിനിലുള്ള ഈ സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രിയാണ് ടാക്ടിസിറ്റി റെഫർ ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ പോളിമറൈസ് ചെയ്യുന്നത് എത്തിലീനെയാണ്. എത്തിലീനെ പോളിമറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, പോളിത്തീനാണ്, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. ഇവിടെ എന്തായിരിക്കും, സബ്സ്റ്റിറ്റ്യൂവൻസ് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ ടാക്ടിസിറ്റി എന്ന് പറയുന്ന ഒരു ടേമിന് പോളിത്തീൻ്റെ കേസിൽ വലിയൊരു സിഗ്നിഫിക്കൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. റെഗുലർലി അറേഞ്ച്ഡ് ആയതുകൊണ്ട് മാത്രം ഐസോ ടാക്ടിക് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്നും എനിക്കറിയത്തില്ല. ആൻസർ കീയിൽ ഇവർ കൊടുത്തിരിക്കുന്നത് എ ആണ്. പക്ഷേ ടാക്ടിസിറ്റി എന്താണ്, സ്റ്റീരിയോ കെമിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ് കാണിക്കുന്നത്. ഇവിടെ പോളിത്തീനിൽ എന്തില്ല, സബ്സ്റ്റിറ്റ്യൂവൻസ് ഇല്ല. അവർക്ക് വളരെ സിമ്പിളായി ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്നോ അല്ലെങ്കിൽ പോളിത്തീൻ എന്നൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് വളരെ എളുപ്പമായിട്ട് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ലായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ. എന്നിരുന്നാലും
ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഈ ടാക്ടിസിറ്റി എന്ന് പറയുന്ന ഒരു ടേം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളെ, എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് ഡയാസ്റ്റീരിയോമേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, സ്റ്റീരിയോ ഐസോമേഴ്സ് ദാറ്റ് ആർ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ ആർ കോൾഡ് വോട്ട്? ഡയാസ്റ്റീരിയോമേഴ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ മിറർ ഇമേജസ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇനി ഇവർക്ക് ഡിഫറൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി, ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഒക്കെ ഡയാസ്റ്റീരിയോമസിൻ്റെ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഇവരെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഇത് ശരിയാണ്, തേർഡും ശരിയാണ്. ഓക്കെ, ഇവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? ഡി ആണ്. പക്ഷേ അതെന്താണ്? തെറ്റാണ്. പക്ഷേ ആൻസർ കീയിൽ ആക്ച്വലി നമുക്ക് എന്തില്ല? 2 and 3 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഓൾറെഡി ടൈം പ്രഷർ ആയിട്ടുള്ള എക്സാം ആണ്, നമുക്കൊരു ആൻസർ കിട്ടുന്നു, അതിന് തക്കതായ ഓപ്ഷൻസ് ഇല്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. 2 ആണോ 3 ആണോ? ഇവിടെയും കൺഫ്യൂസ്ഡ് ആവുകയാണ്. പിന്നെയും വരുന്നു, പിന്നെയും സമയം കളയുന്നു. ഇതാണ് ഒരു പ്രശ്നം. ആൻസർ കീ പബ്ലിഷ് ചെയ്തതിൽ തെറ്റ് വരുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ എങ്കിലും PSC തരണമായിരുന്നു. അതിലാണ് എൻ്റെ പ്രശ്നം. ഇനി നോക്കിക്കോളെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫേവേഴ്സ് E2 മെക്കാനിസം. ഞാനിവിടെ പറയുന്നത് സ്ട്രോങ് ബേസ് തന്നെയാണ്. ഞാൻ ഈ കാര്യം കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രോങ് ബേസ് ഫേവർ ചെയ്യും. പക്ഷേ ഇവിടെ നോക്കിയേ, ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പോളാർ സോൾവെൻ്റ് എന്നാണ്. ആക്ച്വലി നമ്മൾ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, E2 മെക്കാനിസം ഫേവർ ചെയ്യുന്നത് എന്താണ്? പോളാർ അപ്രോട്ടിക് സോൾവെൻ്റ് ആണ്. ലൈക്ക് DMSO അല്ലെങ്കിൽ അസറ്റോൺ. ഇതൊക്കെ എന്താണ്? നമ്മൾ പറയുകയാണ് DMSO, ചുമ്മാ പറയുകയാണ് പോളാർ സോൾവെൻറ്റ്. ഏതെങ്കിലും ഒരു കുട്ടി ചോദിക്കുകയാണ് ഡൈമീഥൈൽ സൾഫോക്സൈഡ് DMSO പോളാർ അല്ലേ? പോളാർ തന്നെയാണ് അല്ലേ? ഇതും പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഉത്തരം? പോളാർ തന്നെയല്ലേ സോൾവെൻറ്റ്? ആക്ച്വലി ദേ ഷുഡ് ഹാവ് മെൻഷൻഡ് ദാറ്റ് പോളാർ പ്രോട്ടിക് സോൾവെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നോൺ പോളാർ സോൾവെൻ്റ് എന്നൊക്കെ കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ആംബിഗ്വിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻസ് കൊടുക്കുന്നത് വലിയ നല്ല കാര്യമല്ല. ഇനിയുള്ള PSC എക്സാമിൽ ഇങ്ങനെ വരത്തില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ചോദ്യം നോക്കിക്കോളെ, ചൂസ് ദി കറക്റ്റ് ഓർഡർ ഓഫ് ബേസിസിറ്റി ഓഫ് അമൈൻസ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. നമ്മുടെ സെഷൻസുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്യാഷ്യസ് ഫേസ് ആണെങ്കിൽ ഇതാ ഇവിടെ കൊടുത്തതുപോലെ ടേഴ്സറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നാണ് വരിക എന്നുള്ളത്. ഇനി അക്വസ് ഫേസിലാണെങ്കിൽ അവിടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീഥൈലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എങ്കിൽ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടേഴ്സറി എന്ന് വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ മീഡിയം സ്പെസിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ മീഡിയം സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾ ഉത്തരം എഴുതുക? ഇത് ഗ്യാഷ്യസ് ആണോ അല്ലെങ്കിൽ അക്വസ് മീഡിയത്തിലാണോ നടക്കുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? എ ആണ്. അക്വസ് മീഡിയം കൺസിഡർ ചെയ്തുകൊണ്ടാണ് PSC ആൻസർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു കുട്ടി ടേഴ്സറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്യാഷ്യസ് ഫേസിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഓപ്ഷനും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇവിടെയും ആംബിഗ്വിറ്റി ഉണ്ട്. ഇതിൻ്റെ മീഡിയം സ്പെസിഫൈ ചെയ്യണമായിരുന്നു PSC. അടുത്ത ചോദ്യം, ജൂൾ തോംസൺ എക്സ്പാൻഷൻ ഇൻവേർഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ചോദ്യമായിരുന്നു. നമ്മുടെ സെഷനുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 2 into ബോയിൽസ് ടെമ്പറേച്ചർ ദ 2A/BR ജസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു, നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ നമ്മൾ AB ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 2400 കെൽവിൻ എന്നാണ് കിട്ടുന്നത്. പക്ഷേ ഓപ്ഷൻ PSC കൊടുത്തിരിക്കുന്ന ആൻസർ കീ ഡി ആണ്, 250. ഇതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം വരുന്നത്. വീണ്ടും കുട്ടികൾ ചെയ്യുന്നു, ആൻസർ കിട്ടുന്നില്ല. ഇനി അടുത്ത ചോദ്യം, തെർമോഡൈനാമിക്സ്. നോക്കിയേ, ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഒരുപാട് സോൾവ് ചെയ്യിച്ചായിരുന്നു കുട്ടികളുടെ. ഡെൽറ്റ H റിയാക്ഷൻ, ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ടൻറ്റ് മൈനസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. ഇങ്ങനെ ചെയ്താൽ മതി. നമ്മളൊരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ബോണ്ട് എൻതാൽപ്പിയുടെ ടേംസിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ റിയാക്ടൻറ്റ് മൈനസ് പ്രൊഡക്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നോക്കിക്കോളെ, എന്തൊക്കെയാണ് റിയാക്ടൻറ്റ്? 2 മോൾ ഓഫ് H2. അപ്പോൾ 1 മോൾ ഓഫ് H2യുടെ ബോണ്ട് എൻതാൽപ്പി എന്താണ്? 436. അപ്പോൾ 436 × 2 പ്ലസ് O2. O2ൻ്റെ എത്രയാണ്? 498. ഇത്രയുമാണ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ടൻറ്റ്. ഇനി പ്രൊഡക്റ്റ് എത്രയാണ്? ഇവിടെ OHൻ്റെ ടേമിലാണ് തന്നിരിക്കുന്നത്. OHൻ്റെ ബോണ്ട് എൻതാൽപ്പി. OHൻ്റെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നോക്കി, H2Oയിൽ എത്ര OH ബോണ്ട് ഉണ്ട്? 1, 2. 2 മോഡുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. സോൾവ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ H ഓഫ് റിയാക്ഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? -482 എന്ന് കിട്ടും. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഓപ്ഷനിൽ -480 ഉണ്ട്, 486 ഉണ്ട്. പക്ഷെ 482 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല.
പിന്നെയും ഇവിടെ കൺഫ്യൂഷൻ വരുന്നു. പക്ഷേ PSC കൊടുത്തിരിക്കുന്ന ആൻസർ കീ ഓപ്ഷൻ സി ആണ്, -970. ഇതുമല്ല, ഇതുമല്ല, -482. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? രണ്ടും എന്താണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ടുള്ള വാല്യൂസ് ആണ്. സോ ഇവിടെയും ഒരു പ്രശ്നം. അടുത്ത ചോദ്യം, ഐഡിയൽ ഗ്യാസിൻ്റെ കാര്യം, എൻട്രോപ്പി കണ്ടുപിടിക്കേണ്ടത് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു. നോക്കി, ഇതാ ഇക്വേഷനൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2.303 1 മോൾ 8.314 ഇൻടു ലോഗ് എത്രയായിരുന്നു, 50/10. ലോഗ് 5ൻ്റെ വാല്യൂ എത്രയാണ്, 2.303 ഇൻടു 8 ഇൻടു 0.69 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 13.3 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം കൈനറ്റിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു. ഈ ടൈപ്പിലൊക്കെയുള്ള റേറ്റ് കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ സെഷനുകളിൽ ചെയ്തായിരുന്നു. പക്ഷേ ഈ ചോദ്യം എന്താണ്, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. A+B ഗിവ്സ് പ്രൊഡക്റ്റ് എന്താണ്, റേറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, KAB⁻3. ഇവർ തന്നിരിക്കുന്നത് ഇൻക്രീസ് ടു 27 ടൈംസ് ആണ്. പക്ഷേ ഇതെന്തായിരിക്കും, ഇവിടെ the change in the rate of reaction when the concentration of A is tripled. A എന്താണ്, ട്രിപ്പിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബീനെ ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയാകുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് എന്താണ്, ഫസ്റ്റ് ഓർഡർ ആണ്. അങ്ങനെയാകുമ്പോൾ ഇത് എത്ര ടൈംസ് ആയിരിക്കും, 3 ടൈംസ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഈ ചോദ്യങ്ങളിലൊക്കെ ചെറുതായിട്ടെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള സെഷൻസും കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.